ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജൂലൈ 23. ഒന്നിച്ചു നേരിടാം ജാഗ്രതയോടെ. മാരകശേഷിയുള്ള നിപ വൈറസിനെ പിടിച്ചുകെട്ടാനുള്ള ഒരുക്കത്തിലാണ് കേരളം. 5ാം തവണയാണ് ഈ വൈറസിനെ പ്രതിരോധിക്കാനുള്ള പോരാട്ടം മലയാളികൾ ഏറ്റെടുക്കുന്നത്. രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം പാണ്ടിക്കാട്ടെ 14-കാരൻ്റെ മരണം അത്യധികം വേദനാജനകമാണ്. മികച്ചൊരു ഫുട്ബോൾ കളിക്കാരൻ കൂടിയായിരുന്ന ആ പൊന്നോമനയുടെ വിയോഗത്തിൽ കുടുംബത്തിനുണ്ടായ ദുഃഖത്തിൽ ഓരോ മലയാളിയും പങ്കുചേരുകയാണ്. ലോകത്ത് നിപ ബാധിച്ച 70% ആളുകളും മരണത്തിന് കീഴടങ്ങിയെന്നാണ് കണക്ക്. എന്നാൽ കേരളത്തിലത് 33% മാത്രമാണ്. 1998 മലേഷ്യയിലും സിംഗപ്പൂരിലുമാണ് ആദ്യമായി ഈ വൈറസ് ബാധയുണ്ടായത്. തുടർന്ന് 2001 ബംഗ്ലാദേശിലും ഇന്ത്യയിലും വന്നു. ഇന്ത്യയിൽ ആദ്യമായി പശ്ചിമ ബംഗാളിലെ സിലിഗൂരിലാണ് നിപ കണ്ടെത്തിയത്. ബംഗ്ലാദേശിൽ 50ഓളം തവണ രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ വർഷം 14 പേർക്ക് രോഗം വന്നതിൽ 10 പേർ മരിച്ചു. ഈ വർഷവും അവിടെ രോഗമുണ്ടായി. കോവിഡ് പോലെ അതിവ്യാപനമുള്ള വൈറസ് അല്ലിത്. രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ പ്രകടമാകുന്നതിനാൽ രോഗിയെ ആശുപത്രിയിലെത്തിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ സമ്പർക്കവും ചുരുങ്ങിയതായിരിക്കും. ഏതാനും രാജ്യത്ത് മാത്രമോ പ്രാദേശികമായോ മാത്രം വ്യാപന സാധ്യതയുള്ള എൻഡമിക് വിഭാഗത്തിലാണ് നിപയെ പെടുത്തിയിട്ടുള്ളത്. ലോകം മുഴുവൻ പടർന്നു പിടിച്ച മഹാമാരി കോവിഡ് പ്രതിരോധത്തിൽ നമ്മുടെ സംസ്ഥാനം ലോകത്തിനാകെ മാതൃകയായതുപോലെ നിപ നിയന്ത്രണത്തിലും മികച്ച പ്രവർത്തനമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 2018 ആദ്യം നിപ കേരളത്തിൽ കണ്ടെത്തുന്നത്. അന്ന് 19 പേരെയാണ് രോഗം പിടികൂടിയത്. അതിൽ 17 പേരുടെ ജീവൻ നഷ്ടമായി. ആദ്യ അനുഭവമായിരുന്നിട്ടും വൈറസിൻ്റെ വ്യാപനം തടയുന്നതിൽ വലിയ വിജയം കണ്ടു. സർക്കാരിൻ്റെ ഇടപെടലും ജനങ്ങളുടെ സഹകരണവും ജാഗ്രതയുമാണ് പ്രതിരോധത്തിന് കരുത്തായത്. 2019 ഒരാളിൽ കണ്ടെത്തിയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. 2021 വീണ്ടും ഒരാളുടെ ജീവൻ ഈ വൈറസ് കവർന്നു. കഴിഞ്ഞ വർഷവും 6 പേരിൽ രോഗബാധ കണ്ടെത്തി. ഇതിൽ 4 പേരെയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനും വ്യാപനം തടയാനും സാധിച്ചു. ഈ വർഷം പാണ്ടിക്കാട്ടെ കുട്ടിയിൽ മാത്രമാണ് വൈറസ് സ്ഥിരീകരിച്ചതെങ്കിലും രോഗം പടരാതിരിക്കാനുള്ള അതീവ ജാഗ്രതയോടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. സമ്പർക്ക പട്ടികയിലുള്ള 380 പേരെ കണ്ടെത്തി. അതിൽ 101 പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ്. നിപ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആഹ്വാനം ജനങ്ങൾ ഒറ്റക്കെട്ടായി ഏറ്റെടുക്കുകയാണ്. മഞ്ചേരി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ അതിതീവ്ര പരിചരണ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവർക്ക് എല്ലാവിധ സഹായവും ലഭ്യമാക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. നിപ വൈറസിനെതിരായ വാക്സിനൊന്നും കണ്ടെത്തിയിട്ടില്ല. എന്നാൽ രോഗത്തെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ കേരളം ഏറെ മുന്നിലാണ്. നിപ ഫലം പ്രഖ്യാപിക്കാൻ അവകാശമുള്ള ഈ പത്തോജൻ BSL-4 ലാബ് സൗകര്യം ഇവിടെ സജ്ജീകരിച്ചു. കോഴിക്കോട് നിപ റിസർച്ച് സെൻറ്റർ പ്രത്യേകമായി പ്രവർത്തിക്കുന്നുണ്ട്. മോണോക്ലോണൽ ആൻറ്റിബോഡി തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള ശ്രമവും കേരളം നടത്തുന്നുണ്ട്. ചിലയിനം വവ്വാലുകളാണ് വൈറസ് വാഹകരെന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. വസ്തുതകൾ ഇതായിരിക്കെ വ്യാജ വാർത്തകൾ നൽകി സർക്കാരിൻ്റെയും ജനങ്ങളുടെയും പ്രതിരോധ പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ മുൻനിര പത്രം മുന്നിട്ടിറങ്ങിയത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. കണക്കുകൾ പോലും വ്യാജമായി ഉണ്ടാക്കി ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് പോലെയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ലോകത്താകെ നിരവധി പകർച്ചവ്യാധികൾ പടരുന്നുണ്ട്. അതിനെയെല്ലാം സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ തടയാൻ പറ്റില്ല. രോഗം വന്നാൽ അതിനെ നേരിടാനുള്ള സംവിധാനം ഒരുക്കുന്നതിലാണ് സർക്കാരിൻ്റെ മികവ്. ആ രീതിയിൽ ലോകത്തിലെ ഏതു സർക്കാരിനെയും വെല്ലുന്ന പ്രവർത്തനമാണ് കേരളം കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ നിപ ബാധയെ പ്രതിരോധിക്കുന്നതിൽ കേരളം കാണിച്ച മികവിനെ നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഡയറക്ടർ അഭിനന്ദിച്ചത് രോഗപ്രതിരോധത്തിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഓർക്കുന്നത് നന്ന്.